അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സത്യവിശ്വാസിക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ദുആ ചെയ്യുക, അല്ലാഹു തആലയോട് പ്രാർത്ഥിക്കുക എന്നുള്ളത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചു, അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യന്റെ ആയുധമാണ് ദുആ എന്ന് നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദുആ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നും മനുഷ്യന് നേടിയെടുക്കാൻ സാധ്യമാകും. എന്നാൽ അതിന് ചില നിബന്ധനകളും മറ്റുമൊക്കെ പാലിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും എന്നതിന് ധാരാളം തെളിവുകൾ നമുക്ക് കാണാൻ സാധ്യമാകും. അതുകൊണ്ട് തന്നെ ആ നിബന്ധനകൾ തീർച്ചയായിട്ടും നാം പാലിക്കേണ്ടതുണ്ട്. ഒന്ന്, സമയം നോക്കി ദുആ ചെയ്യുക. എന്താണ് സമയം? അറഫാ ദിനത്തിലെ ദുആക്കൾ, അതുപോലെ തന്നെ റമദാൻ മാസത്തിലെ എല്ലാ ദിനങ്ങളിലും എല്ലാ സമയങ്ങളിലുമുള്ളതായ ദുആക്കൾക്ക് പ്രാധാന്യതയുണ്ട്. വെള്ളിയാഴ്ച ദിവസത്തിലെ ദുആ, ഇങ്ങനെ സമയം നോക്കിയുള്ളതായ ദുആയ്ക്ക് വളരെയേറെ പ്രാധാന്യതയാണ്. പ്രത്യേകിച്ചും രാവിന്റെ മധ്യത്തിൽ, അതായത് രാത്രി 2 മണിയോട് അടുക്കുന്നതായ സമയത്ത് ദുആ ചെയ്താൽ ആ ദുആയ്ക്ക് വളരെയേറെ പ്രാധാന്യത ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയും ചെയ്യും. മറ്റൊന്നാണ് സന്ദർഭം നോക്കി ദുആ ചെയ്യുക. മഴ പെയ്യുന്നതായ സന്ദർഭം, മഴ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന റഹ്മത്താണ്. അപ്പോൾ ആ റഹ്മത്ത് ചൊരിയുന്നതായ അവസരത്തിൽ നാം ദുആ ചെയ്താൽ ആ ദുആയ്ക്ക് വളരെയേറെ പ്രാധാന്യത ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നിസ്കാരത്തിന് ശേഷമുള്ളതായ ദുആ, ബാങ്ക് ഇഖാമത്തിന് ഇടയിലുള്ളതായ ദുആ, ഇങ്ങനെ സമയവും സന്ദർഭവും നോക്കി ദുആ ചെയ്യുമ്പോൾ ആ ദുആയ്ക്ക് വളരെയേറെ പ്രാധാന്യത ഉണ്ടാകുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയും ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതുപോലെ തന്നെ ദുആ ചെയ്യുന്നതായ വ്യക്തി അലംഭാവമായി ദുആ ചെയ്യാൻ പാടില്ല. മനസ്സിൽ അറിഞ്ഞുകൊണ്ട് തന്നെ ഖിബലയ്ക്ക് അഭിമുഖമായിട്ട് തന്നെ ദുആ ചെയ്യാൻ വേണ്ടിയിരിക്കണം. ശബ്ദം താഴ്ത്തിയായിരിക്കണം ദുആ ചെയ്യേണ്ടത്. പലപ്പോഴും പലരുടെയും പല സന്ദർഭങ്ങളിലുമുള്ളതായ ദുആക്കൾ കേൾക്കുമ്പോൾ നമുക്ക് ആശ്ചര്യം തോന്നിപ്പോകും. റബ്ബ് സുബ്ഹാനഹു വ തആലയോട് വളരെ പതുക്കെ ശബ്ദം താഴ്ത്തി ദുആ ചെയ്യലാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്. മഹാനായ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശബ്ദം താഴ്ത്തി ദുആ ചെയ്തതിൻ്റെ പേരിൽ സ്തുതിച്ചിട്ടുണ്ട്. അപ്പോൾ ശബ്ദം താഴ്ത്തിയായിരിക്കണം ദുആ ചെയ്യേണ്ടത്. അതിന് വളരെയേറെ പവിത്രതയാണ്. അതുപോലെ തന്നെ ദുആ ചെയ്യുമ്പോൾ പ്രാസം നാം ഒഴിവാക്കേണ്ടതാണ്. പ്രാസം എന്നാൽ ഹദീസിൽ വന്നിട്ടുണ്ട്. ആ ഹദീസിൽ വന്നതായ ദുആ, ആ പ്രാസത്തോടു കൂടി വന്നതായ ദുആ, അത് ആ നിലയിൽ തന്നെ ദുആ ചെയ്യാവുന്നതാണ്. അവിടെ പ്രാസത്തിന് പ്രാധാന്യത കൊടുത്തുകൊണ്ടല്ല, അതിൻ്റെ കാര്യങ്ങൾക്ക് പ്രാധാന്യത കൊടുത്തുകൊണ്ടാണ് അങ്ങനെ ഹദീസുകൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹദീസിൽ ഇങ്ങനെ വന്നിട്ടുണ്ടല്ലോ എന്ന ആ ഒരു രീതിയിലേക്ക് നാം മാറേണ്ടതില്ല. പ്രാസം ഒഴിവാക്കിക്കൊണ്ട് നാം ദുആ ചെയ്യണം. ഹദീസിൽ വന്നിരിക്കുന്നത് അങ്ങനെ തന്നെ ദുആ ചെയ്യുകയും വേണം. മറ്റൊന്നാണ്, ഭയഭക്തി ഉണ്ടാകണം. ദുആ ചെയ്യുമ്പോൾ അലസമായ ദുആ ചെയ്യാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മനസ്സ് കേന്ദ്രീകരിച്ചുകൊണ്ട് അവനിലേക്കായിരിക്കണം സർവ്വതും നാം അർപ്പിച്ചുകൊണ്ട് ദുആ ചെയ്യേണ്ടത്. അങ്ങനെ ദുആ ചെയ്താൽ ആ ദുആയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകും. മറ്റൊന്നാണ്, ഉത്തരം കിട്ടുമെന്നുള്ളതായി ഉറപ്പുണ്ടാകണം. ഉത്തരം കിട്ടും എന്നുള്ളതായി ഉറപ്പുണ്ടാകണം. ആ ഉറപ്പിന്മേലായിരിക്കണം ദുആ ചെയ്യേണ്ടത്. ഇത് ഏതെങ്കിലും ഒരു കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുമ്പോൾ കിട്ടുമോ, കിട്ടത്തില്ലേ, അല്ലാഹു തആല സ്വീകരിക്കുമോ എന്ന ആ ഒരു ചിന്ത മാറ്റിവെച്ചുകൊണ്ട് ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടാണ് കാര്യങ്ങൾ ചോദിക്കുന്നത്, അവൻ തീർച്ചയായിട്ടും എനിക്കിത് നൽകും എന്ന ആ ഉറപ്പിന്മേലായിരിക്കണം ആ ദുആ ആ മനുഷ്യൻ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്താൽ അതിന് വളരെയേറെ പവിത്രതയാണ്. ആ ദുആയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകുകയും ചെയ്യും. 8ാമതൊരു കാര്യമാണ്, ആവർത്തിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നാം കാര്യം ചോദിക്കണം. ദുആ ചെയ്യുന്നതായ അവസരത്തിൽ ഒരു കാര്യത്തെ നമുക്ക് നേടിയെടുക്കണമെങ്കിൽ അത് ആവർത്തിച്ച് നാം ദുആ ചെയ്യേണ്ടതുണ്ട്. പക്ഷേ അങ്ങനെ ആവർത്തിച്ച് ദുആ ചെയ്യുമ്പോൾ ശ്രോതാക്കൾക്ക് ഒരുപക്ഷെ അലോസരമായി തോന്നിയേക്കാം. ഈ മനുഷ്യൻ എന്ത് സംഭവിച്ചു എന്ന നിലയിൽ എളിഭ്യതയോടുകൂടി ഒരുപക്ഷെ വർത്തമാനം പറയുകയോ അല്ലെങ്കിൽ മനസ്സിൽ ചിന്തിക്കുകയോ ചെയ്തേക്കാം. അത് ആ ഭാഗത്തേക്ക് നാം ചിന്തിക്കേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുമ്പോൾ സൃഷ്ടാവായ റബ്ബ് സുബ്ഹാനഹു വ തആല, യജമാനനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ സർവ്വ കാര്യങ്ങളും ഏറ്റെടുത്ത് നിയന്ത്രിക്കുന്ന, നമ്മുടെ എല്ലാ കാര്യങ്ങളും നൽകുന്നതായ അല്ലാഹു സുബ്ഹാനഹു വ തആല, അവനോട് നാം കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ആവർത്തിച്ച് ചോദിക്കുക. അത് ഉത്തരം കിട്ടുമെന്നുള്ളതായി ഉറപ്പിന്മേൽ തന്നെ ചോദിക്കുക. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദുആയ്ക്ക് ഉത്തരം നൽകും. അതുപോലെ തന്നെ ദുആ ചെയ്യുമ്പോൾ ഹംദും സലാത്തും കൊണ്ടായിരിക്കണം ദുആ ചെയ്യേണ്ടത്. ആ ദുആ അവസാനിപ്പിക്കുമ്പോഴും ആ നിലയിൽ തന്നെ ഹംദും സലാത്തും കൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്യണം. അങ്ങനെ വന്നാൽ ആ ദുആയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകുകയും ചെയ്യും. അതുപോലെ തന്നെ ആ ദുആയിൽ
തൗബയുടേതായ ചില പദങ്ങൾ കൂടി ചേർത്തുകൊണ്ട് നാം ദുആ ചെയ്യുക. ഇങ്ങനെ 10 നിബന്ധനകൾ പാലിച്ചുകൊണ്ട് നാം ദുആ ചെയ്താൽ തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദുആ സ്വീകരിക്കും. അതിന് യാതൊരു വിധമായ തർക്കവുമില്ല. ഇങ്ങനെ ദുആ ചെയ്താൽ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയാൻ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതും കൂടി നാം മനസ്സിലാക്കുക. നാം ദുആ ചെയ്യുമ്പോൾ നമുക്ക് രോമാഞ്ചം അനുഭവപ്പെടുന്നു എങ്കിൽ ആ ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചു എന്നതിൻ്റെ ഒരു തെളിവാണ്. അതുപോലെ തന്നെ ഭയം തോന്നുക, നടുക്കം ഉണ്ടാകുക, ആ ദുആ കഴിയുമ്പോൾ നമുക്ക് മനസ്സിനൊരു ഉന്മേഷം ഉണ്ടാകുക, ഇങ്ങനെയൊക്കെ ഉള്ളതായ ഒരു സാഹചര്യം നമുക്കുണ്ടായാൽ ആ ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചു എന്നതിൻ്റെ തെളിവാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു സംഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാകും. ഒരു മനുഷ്യൻ ദുആ ചെയ്യുമ്പോൾ ആ ദുആയുടെ ഇടയിൽ അവന് തുമ്മൽ അനുഭവപ്പെട്ടാൽ ആ ദുആ അപ്പോൾ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത്യാദി നിബന്ധനകളൊക്കെ നമ്മുടെ ദുആയിൽ നാം പാലിച്ചുകൊണ്ട് ദുആ ചെയ്യുക. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദുആയ്ക്ക് ഉത്തരം നൽകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകപ്പെടുന്നവരിൽ നമ്മെ എല്ലാവരെയും സ്വീകരിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവിധമായ ഖൈറുകളും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.